Archetypes of Literature, paragraph number 5. Actually, this is the beginning of the essay. The four former paragraphs that I have been talking about in different four sections. Actually, that is an introduction to Fry, North of Fry, his approach in general, but without discussing that, actually, there is no way out to this essay, or there is no proper introduction or coming in terms with this essay. That's why it is necessary to be discussed as a part of the essay itself. Now, fifth paragraph, actually it's the beginning of the essay, the Archetypes of Literature. But the essay that I have in hand and I'm reading out, it will be easy for us to understand, identify with this structure, the essay as such, the paragraph, the beginning as such. Every organized body of knowledge can be learned progressively, and experience shows that there is also something progressive about the learning of literature. ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഏത് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആയാലും അതൊരു പ്രോഗ്രസീവായിട്ട് നമ്മൾക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മളത് ഏത് സ്റ്റഡിയിലും പോലും എവിടെയായാലും ഒരു ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടായാലും എവ്രിവെയർ വി ട്രൈ ടു ഗെറ്റ് ദിസ്. നമുക്കിപ്പം ഒരു എലമെൻ്ററി എന്ന് പറയുന്നൊരു നോഷൻ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഫ്രം എലമെൻ്ററി ദ ബേസിക്സ് ടു ദ ഹയർ ലെവൽസ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഒരു പ്രോഗ്രസീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ സിമ്പിൾ ഐഡിയയിൽ ഇപ്പം അല്ലാണ്ട് ഇപ്പോൾ മെത്തഡോളജി, ലേണിംഗ് മെത്തഡോളജീസ്, അതിൻ്റെ തിയററ്റിക്കൽ അതൊന്നും ചിന്തിക്കാതെ തന്നെ നമുക്കിതിന് ഒരു എക്സ്പ്ലനേഷൻ നമ്മളെ കയ്യിലുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി ദാറ്റ് വി ഫോളോ. ആൻഡ് ഇറ്റ്സ് ഓൾ സംതിങ് പ്രോഗ്രസീവ് അബൌട്ട് ദ ലേണിംഗ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ അത് ലിറ്ററേച്ചർ ലേണിങ്ങിലും ഇതേ കാര്യം നമ്മൾക്ക് കാണാൻ പറ്റും. ഒരു ലിറ്ററേച്ചർ ഒരു ആഫ്റ്റർ വൺസ് യു ടേക്ക് ലിറ്ററേച്ചർ ആസ് എ കോഴ്സ്, ദാറ്റ് ഈസ് അവർ മെയിൻ സബ്ജക്റ്റ്, ഒരു നമ്മുടെ ഒരു സബ്ജക്റ്റായി മെയിൻ സബ്ജക്റ്റായിട്ട് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഇറ്റ്സ് നോട്ട് വി ഡു നോട്ട് ലേൺ തിയറി ഫസ്റ്റ്. ദ ബിഗിനിങ് വി ഡു നോട്ട് ലേൺ തിയറി. ഒരു ലിറ്ററേച്ചർ കോഴ്സിലും എവിടെയും ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറി എന്നെ ആദ്യത്തെ ക്ലാസ്സുകളിൽ എടുത്ത് എവിടെയും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ അതാർക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് വൈ വി ഫോളോ ദിസ് പ്രോഗ്രസീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ അവിടെ എന്താണ്, ആദ്യം ഒരു ബേസിക്സ് ഓഫ് ലാംഗ്വേജ് ഇറ്റ് സെൽഫ് വി ഹാവ് ടു ഗെറ്റ്. ഇനി അത് ലിറ്ററേച്ചറിൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഏറ്റവും സിമ്പിൾ അവിടെ സിമ്പിൾ ഫോമിൽ നിന്നാണ് നമ്മൾ വലിയ സിമ്പിൾ ടോപ്പിക്സിൽ നിന്നാണ് വി ഗോ ടു ദി ഹയസ്റ്റ് ഓർ ദി ടഫ് ടോപ്പിക്സ്. അവിടെയാണ് ഓപ്പണിംഗ് സെൻറ്റൻസ് ഹാസ് ഓൾറെഡി ഗോട്ട് അസ് ഇൻ ടു എ സെമാൻറ്റിക് ഡിഫിക്കൽറ്റി. പക്ഷെ ഇവിടെ എന്താണ്, ഫിസിക്സ് ഇസ് എൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് അബൌട്ട് നേച്ചർ and a student of it says that he is learning physics, not that he is learning nature. അപ്പോൾ ഇനി നമ്മളൊരു ഫിസിക്സ് സ്റ്റുഡൻറ്റിനോട് ചോദിക്കുകയാണ്, what are you learning, what are you studying? So he will say I am learning physics. അപ്പോൾ അത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഈ പറയുന്ന അതിൻ്റെ ഔട്ടർ കവറിങ് ഒക്കെ നീക്കിക്കഴിഞ്ഞാൽ ഓരോന്നും അതിൽ പഠിക്കുന്ന ഓരോന്നും ഇറ്റ്സ് അബൌട്ട് നേച്ചറിലുള്ള ഓരോരോ പിന്നെ തിങ്സിൻ്റെയും അതിൻ്റെ ഒരു ഇപ്പം അതിൻ്റെ മോഷനായാലും അതിൻ്റെ ഒരു സ്പീഡ്, മറ്റുള്ള പല കാൽക്കുലേഷൻസും ഫോർമുലാസും എല്ലാം ലീഡ് ചെയ്യുന്നത് അതിൻ്റെ നേച്ചറിലാണ്, നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഇപ്പം ഈവൺ അബൌട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ്. നമ്മളത് വരുന്നത് എന്താണ്, ഫിസിക്സിലെ വലിയ തിയറിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇക്വേഷനും ഫോർമുല ഓൾ ദീസ് തിങ്സ് വെൻ വി റൈറ്റ് വി ഫീൽ ദാറ്റ് ദിസ് ഇസ് സംതിങ് ഓൾ അബൌട്ട് സയൻറ്റിഫിക്സ്. അപ്പോൾ അതിന് നേച്ചറുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദ സ്റ്റുഡൻറ്റ് ഓൾസോ ഫോർഗെറ്റ്സ് ടു മെൻഷൻ ദാറ്റ് ഹിസ് സ്റ്റഡിങ് നേച്ചർ ഇൻ വൺ വേ. ഇത് ഒരു എക്സ്പ്ലിസിറ്റ്ലി കവേർട്ട്ലി ആണ്, കവേർട്ട്ലി ഹിസ് സ്റ്റഡിങ് നേച്ചർ. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ ബിഹൈൻഡ് ദ സ്ക്രീൻ ദ നേച്ചർ ഇറ്റ് സെൽഫ് ഈസ് ലേൺഡ് ഓർ ടോക്ഡ് അബൌട്ട്. ആർട്ട് ലൈക്ക് നേച്ചർ ഈസ് ദ സബ്ജക്റ്റ് ഓഫ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ആൻഡ് ഹാസ് ടു ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ സ്റ്റഡി ഇറ്റ് സെൽഫ് which is criticism. Now, വേറൊരു കാര്യം എന്താണ് പറയുന്നത്, ആർട്ട് ലൈക്ക് നേച്ചർ ഈസ് ദ സബ്ജക്റ്റ് ഓഫ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി. ഇതുപോലെ തന്നെയാണ് ആർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ആർട്ടിന് ഇത്രയും സ്ട്രീംസ് തരുന്നത്. ഇപ്പോൾ ബാച്ചലർ ഓഫ് ആർട്സിൻ, മാസ്റ്റർ ഓഫ് ആർട്സിൻ, ഏതാണ് സബ്ജക്റ്റ്. അപ്പോൾ സ്ട്രീംസ് വരാനുള്ള ഒരു സ്റ്റഡി എന്ന് പറഞ്ഞ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ദർ ഈസ് ഒബ്വിയസ്ലി സംതിങ് സിസ്റ്റമാറ്റിക് ഈസ് ഓൾറെഡി ഇംപ്ലൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ so it has to be distinguished from the study itself, which is criticism. It is therefore impossible to learn literature
One learns about it in a certain way, but what one learns transitively is the criticism of literature. അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ലിറ്ററേച്ചറിന് ഒരു ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എക്സ്പീരിയൻസ് ഓഫ് ദ വിഷൻ ഓഫ് സംതിങ്, ടു സീ സംതിങ്, ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിക്സ്, അത് പഠിക്കുന്ന രണ്ടും ഡിഫറെൻ്റ് ആണ് എന്ന പോലെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു നോവൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവമാണ്. അത് നമുക്ക് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ടോട്ട്, ബട്ട് ക്രിറ്റിസിസം ക്യാൻ ബി ടോട്ട്. പക്ഷേ അത് അവിടെ എന്താണ്, ഇറ്റ് ഈസ് ദെർഫോർ ഇമ്പോസിബിൾ ടു ലേൺ ലിറ്ററേച്ചർ. വൺ ലേൺസ് അബൌട്ട് ഇറ്റ് ഇൻ എ സർട്ടൻ വേ. പക്ഷേ ഒരു ലിറ്ററേച്ചറിനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെപ്പറ്റി പഠിക്കാൻ, അല്ലെ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും അതിനെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണമെന്നും പഠിക്കാൻ പറ്റും. And that's what we do in criticism. Or criticism, the very definition itself gives you the same idea. That means critical analysis and evaluation and interpretation of various works of art തന്നെയാണ് അതിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ. ഇറ്റ് ഈസ് therefore അത് കഴിഞ്ഞ് വന്നിട്ട് വരുന്നത്, similarly, the difficulty often felt in teaching literature arises from the fact that it cannot be done. അതാണ് ടീച്ചിങ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയുമ്പം അത് പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. അത് പറ്റില്ല, അതൊരു ട്രൂത്താണ്. ദ ക്രിറ്റിസിസം ഓഫ് ലിറ്ററേച്ചർ ഈസ് ഓൾ ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ടോട്ട്. You can be taught the criticism of literature, how to read literature, how to interpret a particular work. ഇതൊക്കെ പഠിപ്പിക്കാം. അതൊക്കെയും വരുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്? ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു പ്രിമൈസിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെയും വരുന്നത്. അപ്പോൾ അതിൽ so while no one expects literature itself to behave like a science, there is surely no reason why criticism as a systematic and organized study should not be at least partly a science. ലിറ്ററേച്ചറിൽ ഒരിക്കലും നമുക്ക് സയൻസിൻ്റെ ഒരു ടച്ച്, അതാ വേ അപ്രോച്ച്, ദ മെത്തഡോളജി ഓർ ദി സ്ട്രിക്ട്നെസ്, അങ്ങനെ ഒരു റൂൾ, ഒരു സയൻസിന് വേറെ തന്നെ ഒരു അപ്രോച്ചാണ്. സ്റ്റഡി അതിൻ്റെ അതെടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസിനോടും അതിനോട് അപ്രോച്ച് ചെയ്യുന്ന രീതിയും ഫോർമുല എഴുതുന്ന രീതിയോടൊക്കെയും അത് വ്യത്യസ്തമാണ്. ഒരു മാത്സ് ഒരു ഫോർമുല വെച്ച് ചെയ്തു വരുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു ഫിസിക്സിലാവട്ടെ ഒരു ഫോർമുല വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു തിയറീസ് പ്രൂവ് ചെയ്ത് ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ പ്ലേസ് ചെയ്യുന്നതൊക്കെ ഡിഫറെൻ്റ് ആണ് അതിൻ്റെ അപ്രോച്ച്. നമ്മൾ ലിറ്ററേച്ചർ എഴുതുന്നത് അങ്ങനെയല്ല. ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് നമുക്ക് ലിറ്ററേച്ചറിൻ്റെ മുഴുവനും ഒരു ക്രോണോളജിയോ ഒന്നും വേണ്ടാത്ത രീതിയിലേക്ക് അതിനെ വളരെ ഫ്ലെക്സിബിളാക്കി മാറ്റിയൊരു കാലഘട്ടമാണ്. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ലിറ്ററേച്ചർ. ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിവിറ്റി we cannot expect creativity to follow much of rules in that regard. അപ്പോൾ അവിടെ എന്താണ്, ഒരു സയൻസായിട്ട് ബിഹേവ് ചെയ്യാൻ ലിറ്ററേച്ചറിന് വി നെവർ ക്യാൻ എക്സ്പെക്ട്, ഓർ വി കനോട്ട് ഇൻസിസ്റ്റ് അപ്പോൺ ലിറ്ററേച്ചർ ടു ബിഹേവ്. അതിൻ്റെ ഒരു ടോപ്പിക്കിലായാലും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നിടത്ത് തന്നെ അത് ക്രിറ്റിസിസമായി മാറി. അത് ഒരു തീമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന രീതി, അതൊരിക്കലും നമ്മൾക്ക് സയൻസിൻ്റെ ഒരു മെത്തഡോളജി, സ്ട്രാറ്റജി ഫോളോയിങ് വി ക്യാൻ നെവർ എക്സ്പെക്ട് ഇൻ ദ കേസ് ഓഫ് ലിറ്ററേച്ചർ. But that can be expected out of criticism, because obviously it is a kind of systematic and organized study. And അതുകൊണ്ട് തന്നെ അതൊരു അറ്റ്ലീസ്റ്റ് ഒരു partly it can be regarded as science. Not a pure or exact science perhaps, but these phrases form part of a 19th century cosmology which is no longer with us. അതാണ് ഒരു മുഴുവൻ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൻ്റെ എല്ലാ പ്രിസിഷനും മെത്തഡോളജിയും ഒന്നും ഇല്ലെങ്കിലും ക്രിറ്റിസിസത്തിനും അതിൻ്റെതായ ഒരു, അതായത് ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ തിയറി എന്ന് പറയുമ്പോഴും നമുക്കൊരു സയൻറ്റിഫിക് തിയറി, അതായത് അൺലെസ് ആൻഡ് അണ്ടിൽ ഓർ ഇറ്റ് ഈസ് പ്രൂവൺ വിത്ത് എ ഡയറക്ട്ലി ഡിഫറെൻറ്റ് തിങ്, അല്ലെങ്കിൽ അതിന് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പോലും ഒരു തിയറിക്ക് വല്ലാത്തൊരു ഒരു തരം സ്റ്റെബിലിറ്റി കിട്ടുന്നത് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് നമുക്ക് അതിനെയൊക്കെ ഒരുപാട് ചലഞ്ച് ചെയ്യാൻ പറ്റും. എന്താണ് ഇപ്പം നമുക്ക് ഒരുപാട് മുന്നേ ഉള്ള തിയറീസ് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെടുമ്പോഴും, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ സൺ ആസ് ദ സെൻറ്റർ ഓഫ് ഈ നമ്മുടെ ഒരു സൗരയൂഥത്തിൻ്റെ എങ്കിലും സെൻറ്ററായിട്ട് ഈ സൂര്യനെ പറഞ്ഞു തുടങ്ങിയത് എപ്പോഴാണ്? അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞ ആളെ
ഹാങ് ചെയ്ത അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സയൻസിന് പോലും പക്ഷെ ആ എക്സിസ്റ്റിംഗ് ടൈമിൽ അതിൻ്റെ തിയറീസിനൊരു വല്ലാത്ത ഒരു സ്റ്റെബിലിറ്റിയും ഒത്തൻറ്റിസിറ്റിയും അതിനുമേൽ കൺഫർ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് തോന്നും. അതേസമയം ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ തിയറീസ് വിച്ച് വി അവെയിൽ ഇൻ ലിറ്ററേച്ചറിന് ലിറ്റററി തിയറി ഉണ്ട്. അത് വി ഹാവ് ഫിൽ ക്രിറ്റിസിസവും ലിറ്റററി തിയറി ഇങ്ങനെ 2 sides ഓഫ് 1 coin എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലാതെ മറ്റതിന് അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഒരു വലിയ ഹെൽപ്പിലാണ് ഇങ്ങനെ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ തന്നെയും തിയറീസിന് ഒരു എക്സിസ്റ്റിംഗ് ടൈമിൽ തന്നെ അതിനെ പ്രൂവ് ചെയ്യുക, അതിനെ വളരെയധികം ചലഞ്ച് ചെയ്യാനുള്ള, അല്ലാതെ ഒരിക്കലും ഭയങ്കരമായിട്ടൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾക്കൊരു തിയറിയിലും നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. ഈവൻ ഒരു തിയററ്റിക്കൽ ഫ്രെയിമിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഫ്രോയിഡിനെ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഫ്രോയിഡിയൻ psycho analysis in even the followers at one point we can see the people diverting from the main that is Freud. Even when we talk in the context of this essay അതിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫ്രോയിഡിനെ ഫോളോ ചെയ്തിട്ടാണ് പിന്നെ യോങ് തുടങ്ങുന്നത്. ബട്ട് അറ്റ് എ പോയിന്റ് ഹി ഷിഫ്റ്റ്സ്, ഹി ഹാസ് എ വെരി ഡൈവേർജൻറ്റ് വ്യൂ ഫ്രം ഹിം. അങ്ങനെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ഫ്രോയിഡ് പറഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എടുക്കുമ്പോൾ അത് വളരെയധികം ഓപ്പോസിങ് ആണ് ഫ്രോയിഡിയൻ കോൺസെപ്റ്റിൽ, അല്ല ഫ്രോയിഡിയൻ ഡിവിഷൻ ഓഫ് മൈൻഡ്. പക്ഷെ അവിടെയും തിയറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹൈടെക് ഇൻഫ്ലെക്സിബിലിറ്റി വീക്കാനുണ്ട്. അതുകൊണ്ടാണ് പാർഷ്യൽ സയൻസ് എന്ന് പറയാനുള്ള ഒരു റീസൺ അതായിരിക്കണം. പിന്നെ criticism deals with the arts and may well be something of an art itself, but it does not follow that it must be unsystematic. ആർട്ട് തന്നെയാണ് ഓഫ് കോഴ്സ്. ക്രിറ്റിസിസത്തിനും ഒരുപാട് നമ്മൾക്ക് ആ ഒരു ആർട്ടിസ്റ്റിക് ടച്ച് കാണാൻ പറ്റും. ഇപ്പം വളരെ രസകരമാണ് ഇപ്പോൾ ഈ പറയുന്ന റൊമാൻറ്റിക് ക്രിറ്റിസിസം ഒക്കെ വളരെ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ക്രിറ്റിസിസമാണ്, സയൻറ്റിഫിക് ആണെന്ന് പറയും, പക്ഷെ അവിടെ എന്തൊക്കെയോ ഒരുപാട് സബ്ജക്റ്റീവ് എലമെൻസും സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പലവരും പറയുന്ന രീതിയിലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ വേർഡ്സ്വർത്തിൻ്റെ തന്നെ കാര്യം, എന്തുകൊണ്ടാണ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് കോൾറിഡ്ജ് ക്യാൻ റെഫ്യൂട്ട് ദ ആർഗ്യുമെൻറ്റ്സ്, ബിക്കോസ് അതിൽ വേറെ മറ്റുള്ള വലിയതായിട്ടുള്ള ഒരു പ്രൂവിങ് ഒന്നുമില്ല. ഒരാൾ പിന്നെ ആ കാലഘട്ടത്തിൽ അവർക്കുള്ള ഒരു പ്രൊമിനൻസ് കൊണ്ട് ചിലപ്പോൾ അവരുടെ വ്യൂസിന് കൂടുതൽ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസോ ആക്സെപ്റ്റൻസോ കിട്ടും. ദാറ്റ്സ് ഓൾ വിത്ത് ഇറ്റ്. അല്ലാതെ ഒരു തിയറിയാണ് എന്നുള്ളതിൻ്റെ അത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും ലിറ്റററി ക്രിറ്റിസത്തിന് കിട്ടാറില്ല, അല്ലെങ്കിൽ ലിറ്റററി തിയറിക്ക് പോലും വരാറില്ല. അപ്പോൾ അവിടെയാണ് അതുകൊണ്ട് പക്ഷെ അന്ന് വെച്ചത് അൺസിസ്റ്റമാറ്റിക് ആവണം എന്നൊന്നുമില്ല. ഈ രീതിയിൽ അതിൻ്റെതായ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ബട്ട് ദാറ്റ് ക്യാൻ ബി സിസ്റ്റമാറ്റിക് ആസ് വെൽ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ടു ബി റിലേറ്റഡ് ടു ദ സയൻസസ് ടു, ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ഡിപ്രൈവ്ഡ് ഓഫ് ദി ഗ്രേസസ് ഓഫ് കൾച്ചർ. അപ്പം ഇനി അത് ഒരു സയൻസിനെയും കൂടി റിലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൾച്ചറൽ ഗ്രേസസ് അല്ലെ ഗ്രേസസ് ഓഫ് കൾച്ചർ മറ്റുള്ള കുറച്ചും കൂടി ഹ്യൂമെയിനാണ്. കൾച്ചർ എന്ന് പറയുന്നത് സയൻസുമായിട്ടല്ല, കുറച്ചും കൂടി ഒരു ഹ്യൂമൻ ടച്ചാണതിന്. അപ്പം അതുമായിട്ട് അതിന് കംപ്ലീറ്റ് കണക്ഷൻ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ ഹാവ് കൾച്ചറൽ ക്രിറ്റിസിസം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് അതിനെ ഒരിക്കലും സയൻസ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് മെത്തഡോളജി ആണ് എന്ന് പറഞ്ഞ് അതിൻ്റെതായ ഒരു ജെനുവിൻസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു കൃത്യമായ സെൻസിബിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്വത്വം നമ്മൾ എസെൻസ് എന്ന് പറയാം, ആ എസെൻസിൽ നിന്ന് കംപ്ലീറ്റ്ലി അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മാറ്റി ഒരു സയൻസിൻ്റെ കംപ്ലീറ്റ് കളറിങ്ങിലേക്ക് വരുത്തുമൊന്നും വേണ്ട. ബട്ട് ഇതിനുള്ള അപ്രോച്ച് കുറച്ചും കൂടി ലിറ്ററേച്ചറിനും ആയിട്ട് ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു രീതി കുറച്ചും കൂടി അവരെന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം നമുക്കത് ഈ കോൾറിഡ്ജിൻ്റെ ക്രിറ്റിസിസത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരത് നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ മെത്തഡോളജിക്കലി തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു ബേർഡൻസം മോഡ് ഓഫ് അറ്റാച്ചിങ് ഇറ്റ് വിത്ത് സയൻസ് അതിനല്ലെങ്കിൽ അതിന് വല്ലാണ്ടൊരു ഇൻഫ്ലെക്സിബിലിറ്റി കൊടുത്ത് ലിറ്ററേച്ചറിൻ്റെ ടച്ച് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ബട്ട് അതിൻ്റെതായ സയൻറ്റിഫിക് നേച്ചറിനെ ഡിനൈ ചെയ്യാതെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സോ ദാറ്റ്സ് ദ first paragraph, actually the first paragraph of the essay, but this is the 5th section as a recording. If you talk, it is the 5th recording. So that's all with it. Thank you. The Archetypes of Literature, paragraph number 6.
Certainly, criticism as we find it in learned journals and scholarly monographs has every characteristic of a science. So, there has been an attempt to bring the element or the nature of criticism in some way or other connected with the scientific method. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെയും കാണുന്നത്. നമ്മളിപ്പം ലേണഡ് ജേർണൽസിലും സ്കോളർലി കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിനിങ് ജേർണൽസ്, അതുകൊണ്ടാണ് നമ്മൾ റിസർച്ച് ജേർണൽസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഫോളോ ചെയ്യുന്ന ഇതിൽ എഴുതുന്ന ഒരു ക്രിറ്റിസം, അതിനെയൊക്കെയും ഒരു സയൻറ്റിഫിക് ട്രീറ്റൈസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ അതിൽ എക്നോളജിങ് ആയാലും സൈറ്റേഷൻസ് ആയാലും, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു റെഫറൻസ് ടെക്സ്റ്റ്, അതായത് MLA ഹാൻഡ് ബുക്കാണ് നമ്മൾ റൈറ്റിംഗ് മെത്തഡോളജിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് തന്നെയാണ് അത് വരേണ്ടത്, അതായത് അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതിനെന്തുണ്ട്, ഒരു സയൻറ്റിഫിക് ടച്ച് അപ്രോച്ച് ടു റൈറ്റിംഗ് ഓൾസോ ദാറ്റ് വി ക്യാൻ സി. എവിഡൻസ് ഈസ് എക്സാമിൻഡ് സയൻറ്റിഫിക്കലി, പ്രീവിയസ് അതോറിറ്റീസ് ആർ യൂസ്ഡ് സയൻറ്റിഫിക്കലി. ഇപ്പോൾ ഇങ്ങനെയുള്ള ജേർണൽസിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൈറ്റിങ്സിൽ എവിഡൻസ്, അതായത് നമ്മളിപ്പം എപ്പോഴും വി ഓൾവേസ് ടോക്ക് അബൌട്ട് ഇൻ റിസർച്ച് works, we always talk about going back to the prior resources. മറ്റുള്ള ഒരു എക്സ്റ്റേണൽ റീഡിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി നടന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾറെഡി ഉള്ള വർക്ക്സ് മേലുള്ള നമ്മുടെ റീഡിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിലൊരു എവിഡൻസ് സീക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് സയൻറ്റിഫിക്കലി ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ടു പ്രൂവ് ദാറ്റ്, അതിനു വേണ്ടി നടക്കുന്ന പഠനത്തിൽ ഒരു തരത്തിലൊരു സയൻറ്റിഫിക് അപ്രോച്ച് വി ക്യാൻ സീ. Then previous authorities are used scientifically. Just think about that is the part where we go back to the reference. We go in search of some references which that are connected with our present work. അതൊന്നുകിൽ ഓൾറെഡി അതിന് മേലെ ഒരു സ്റ്റഡീസ് നടന്ന വർക്ക്സ് നമ്മൾ ഓൾറെഡി എടുക്കും, നമ്മൾ അതിൻ്റെ പഠനത്തിന് വേണ്ടി എടുക്കും. അപ്പോൾ ഇതൊരു പ്രീവിയസ് അതോറിറ്റിയെ സീക്ക് ചെയ്യലാണ്. അതും ഒരു സയൻറ്റിഫിക് മോഡലാണ് ചെയ്യുന്നത്. ഫീൽഡ്സ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ് സയൻറ്റിഫിക്കലി, ഫീൽഡ്സ് ഓഫ് സ്റ്റഡി. അപ്പോൾ ഇപ്പം അത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടിരിക്കും, എന്താണ് ഒരു ഫീൽഡ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതിലായാലും അതിനെയും എന്താണ് അപ്രോച്ച് ചെയ്യുന്നത് സയൻറ്റിഫിക്കലി ആയിരിക്കും. ടെക്സ്റ്റ് ആർ എഡിറ്റഡ് സയൻറ്റിഫിക്കലി. ഇപ്പം ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്, ഗ്രാമറിനൊരു സയൻറ്റിഫിക് നേച്ചറുണ്ട്, വളരെ മെത്തഡോളജിക്കലാണത്. അതിൻ്റെ ഒന്നിനും എന്തുകൊണ്ട് ഇന്നതിന് പകരം ഇന്നത് എന്തുകൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ഹിയർ, വൈ ദിസ് വേർഡ് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വേർഡ്, വി ഹാവ് എ പ്രോപ്പർ ആൻസർ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അത് ലിറ്ററേച്ചർ ആസ് സച്ച് നമ്മൾക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ചിലപ്പം പറയും ദാറ്റ് വേർഡ് ഈസ് മോർ സ്യൂട്ടബിൾ, അല്ലെങ്കിൽ ഐ പ്രിഫർ ദാറ്റ് വേർഡ് എന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് നമ്മളിപ്പോൾ സിനോണിംസ് ആയാൽ പോലും വി ഹാവ് തെഷോറസ് ഡിക്ഷണറി. ഒരാളൊരു പോയിട്രി, വെൻ പേഴ്സൺ റൈറ്റ്സ് എ പോയിട്രി, some other people come and tell that, oh, this word is better than the other. പക്ഷെ മറ്റേ ആൾ പറയുവാണ്, no, I feel this to be better. അവിടെ തെറ്റ് ശരി എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല, അതൊരു ചോയ്സിൻ്റെ മാത്രം പ്രശ്നം. അവിടെ സയൻറ്റിഫിക് അല്ല, ഒബ്ജക്റ്റീവ് അല്ല, പ്യുവർലി സബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവിറ്റിയും കൂടി വരുന്നിടത്താണ് സയൻറ്റിഫിക് അപ്രോച്ച് കൂടുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തഡോളജി കൂടുന്നത്. അതായത് അതിലുള്ള സബ്ജക്റ്റീവ് പ്രിഫറൻസസ് ഇല്ല. നമ്മൾ ഈസ് യൂസ് ചെയ്യേണ്ടടുത്ത് ഈസാണ്, ആർ യൂസ് ചെയ്യേണ്ടടുത്ത് ആറാണ്. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ടെക്സ്ച്വൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് മോർ ഓഫൺ കണക്റ്റഡ് വിത്ത് ഗ്രാമർ, ലാംഗ്വേജ്. അപ്പോൾ അവിടെ എന്താണ്, ഒബ്വിയസ്ലി ദർ ഇസ് എ സയൻറ്റിഫിക് ടച്ച്. പ്രോസഡി ഈസ് സയൻറ്റിഫിക് ഇൻ സ്ട്രക്ചർ, വി നോ. പ്രോസഡി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ ഒരു ഡെവലപ്പ് ചെയ്ത ഒരു റൈറ്റിംഗ് പോയിട്രി കോമ്പോസിഷൻ, വേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച്, അതിൽ എത്ര മീറ്റർ, ഇത്ര ഡിവിഷൻസ്, ഇതൊക്കെ കൃത്യമായിട്ട് അളർന്ന് വെച്ച് മീറ്ററും അതിൻ്റെ സ്ട്രെസ്സും പിന്നെ വീക്ക് സ്ട്രെസ് ഇങ്ങനെയുള്ള എല്ലാം ഓൾറെഡി ഫിക്സഡ് ആണ്. അപ്പോൾ അതിനൊരു സയൻറ്റിഫിക് നേച്ചർ ഉണ്ട്, പ്രോസഡി. ദെൻ so is philology also. Okay, and yet in studying this kind of critical science, the student becomes aware of a centrifugal movement. And yet in studying this kind of critical science, the student becomes aware of a centrifugal movement carrying him away from literature. So centrifugal is about moving away from the text, and centripetal is about moving towards the text. Those two terms are really important
even about this paragraph, these terms come to it, this term comes as often. ഈ രണ്ട് ടേമും ഇങ്ങനെ മാറി മാറിയിട്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയാസ് നമ്മൾ കണ്ടേ പറ്റും, അറിയണം. ഇതിൽ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സയൻസിൽ പോകുമ്പോൾ, സയൻസ് മോഡിൽ നമ്മൾ ഓരോ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ അറ്റ് എ പോയിന്റ് വി ഫീൽ റിയലി ഫ്രസ്ട്രേറ്റഡ്. എന്തിനാണ് ഇത്രയും, വൈ ആർ വി സ്റ്റഫ്ഡ് വിത്ത് ദിസ് മച്ച് ക്രിറ്റിസിസം, സയൻറ്റിഫിക് മോഡ് ഓഫ് അനലൈസിങ് എ ടെക്സ്റ്റ് ആൻഡ് വി വാണ്ടഡ് പ്യുവർ ലിറ്ററേച്ചർ. അപ്പം അങ്ങനെ ഒരു വലിയൊരു ചീത്തപ്പേരുണ്ട്. അതായത് ഈ തിയറി ടേക്കിംഗ് ലിറ്ററേച്ചർ അവേ ഫ്രം ഇറ്റ്സ് ഓൺ, അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനം. കാരണം ഇപ്പോഴും ഇതാണ്, ഓൾവേസ് വി ആർ connecting it with some already established notions, theoretical premises, tenets of some of the movements. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്കതിനോടുള്ള ഒരു ലിറ്ററേച്ചറിൻ്റെ ബ്യൂട്ടി ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ദാറ്റ്സ് വൈ ട്രോൾസ് കം ഇൻ ദാറ്റ് വേ. എങ്ങനെയാണ് ലിറ്ററേച്ചർ നമ്മൾ വിചാരിക്കുന്നത്, അത് ശരിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സോങ്സും കാര്യങ്ങളും. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കുറേ പിന്നെ അരിസ്റ്റോട്ടിൽ, പോയറ്റിക്സ്, ക്രിറ്റിസിസം, തിയറി, അതിൻ്റെ കുറേ മൂവ്മെൻറ്റ്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് സംടൈംസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ ഐഡിയ ഇതാണ്, ഒരിക്കലും കംഫർട്ടിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര ഈസ്തെറ്റിക്കലി അല്ല ഇതിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഫീൽസ് ലൈക്ക് സെൻട്രിഫ്യൂഗൽ, carrying him away from literature. He finds that literature is the central division of the humanities, flanked on one side by history and on the other by philosophy. അപ്പോൾ ലിറ്ററേച്ചറിന് ഒരു സെൻട്രൽ ഡിവിഷൻ ഓഫ് ഹ്യൂമാനിറ്റീസ് ആയിട്ടാണ് നമ്മൾ നോർമലി, അതായത് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഈസ് ദ ഹ്യൂമനൈസേഷൻ ഓഫ് ദി ഹോൾ വേൾഡ് എന്ന് പറയുമ്പോൾ, പക്ഷേ എവിടെയാണിത് ഒരു സൈഡിൽ ഹിസ്റ്ററിയും വേറൊരു സൈഡിൽ ഫിലോസഫിയും ആയിട്ടാണ് ഇതിനെ ഇങ്ങനെ ഡിവൈഡഡ് ആണ്. ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹിസ്റ്ററിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യ ചരിത്രമില്ല, അല്ലെ മനുഷ്യൻ്റെ ഒരു എക്സിസ്റ്റൻസിന് നമ്മൾ ഹിസ്റ്ററി, അത് വെദർ കൺസ്ട്രക്റ്റഡ്, വെദർ ക്രിയേറ്റഡ് ഓർ ഡിസ്റ്റോർട്ടഡ്, അതിപ്പോൾ ഹിസ്റ്ററി ഓൾസോ ഈസ് ടെക്സ്ച്വൽ ഓർ കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് പോയിന്റ് വി ക്യാൻ കീപ്പ് ഇറ്റ് വിത്ത് അറ്റ് വൺ പോയിന്റ്. ബട്ട് ഹിസ്റ്ററി എന്ന് വളരെ നമ്മൾ ബേസിക് നോഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഹിസ്റ്ററി ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ ട്രേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ ട്രേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിലോസഫിയും അതേ രീതിയിലാണ്. അപ്പം അങ്ങനെ ഈ രണ്ടിനും ഇടയിലുള്ള രണ്ടിൻ്റെയും ഒരു മിക്സ്ചറെന്നോ അല്ലെങ്കിൽ രണ്ടുകൂടി നിൽക്കുന്ന ഒരു പോയിന്റിൽ വരുന്ന ഒരു ഹ്യൂമാനിറ്റീസ്, ഇതിൻ്റെ ഒരു സെൻട്രൽ ഡിവിഷനാണ് ലിറ്ററേച്ചർ. അപ്പോൾ ഒരിക്കലും ഹ്യൂമാനിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിന്നുകൊണ്ട് ലിറ്ററേച്ചറിനൊരു എക്സിസ്റ്റൻസ് ഇല്ല. ബട്ട് അതിന് എപ്പോഴും നമുക്കൊരു ഇൻട്രിൻസിക് കണക്ഷൻ വി ക്യാൻ ഡ്രോ വിത്ത് ഹിസ്റ്ററി ആസ് വെൽ ആസ് ഫിലോസഫി. Criticism so far ranks only as a subdivision of literature, and hence for the systematic mental organization of the subject, the student has to turn to the conceptual framework of the historian for events and to that of the philosopher for ideas. അതുപോലെ തന്നെ ക്രിറ്റിസിസത്തിന് ഇത്രയും ഈ ഒരു സൊഫാർ ആസ് ടു ദിസ് മൊമെൻറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് ലിറ്ററേച്ചറിൻ്റെ ഒരു സബ് ഡിവിഷനായിട്ട്, അതായത് ലിറ്ററേച്ചർ ഉണ്ടെങ്കിലല്ലേ ക്രിറ്റിസിസം നടത്തേണ്ടുള്ളൂ എന്നുള്ള മോഡിലോ, അതായത് സപ്ലിമെൻ്ററി ആയിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സെക്കൻഡറി ഒരു പൊസിഷനിലേക്ക് പറയുന്ന രീതി വരുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്ന കാര്യം ഇതാണ്, ഈ ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന്, അതായത് അതുകൊണ്ട് തന്നെ for the systematic mental organization of the subject, the student has to turn to the conceptual framework of the historian for events. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്ത് നമ്മളെപ്പോഴായാലും ഒരു വർക്കിനെ അനലൈസ് ചെയ്യുക, എത്രമാത്രം നമ്മൾ ന്യൂ ക്രിറ്റിസിസം അപ്രോച്ച് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ റീഡിങ് ഈ എക്സ്പ്ലിക്കേഷൻ്റെ ടെക്സ്റ്റൊക്കെ പറഞ്ഞാലും എവിടെയെങ്കിലും നമ്മൾ വീണ്ടും വി ഹാവ് ദ ടെൻഡൻസി ടു ഗോ ബാക്ക് ടു ദി കണക്ഷൻ വിത്ത് ഓഥർ, ദ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്, എന്തെങ്കിലുമൊക്കെ ഡ്രോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മൾക്ക് കാണാൻ പറ്റും. ഈവൺ വെൻ വി ഹാവ് എ ടെക്സ്റ്റ് അറ്റ് ഹാൻഡ് ആൻഡ് വി ആർ ക്ലെയിമിങ് അബൌട്ട് അനലൈസിങ് ഇറ്റ് ഓൺ ഡീകൺസ്ട്രക്റ്റീവ് ലെവൽ. ഡീകൺസ്ട്രക്റ്റീവ് ലെവലിൽ പോലും ഇപ്പം വില്യം കോപ്പറിൻ്റെ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, വില്യം കോപ്പറിൻ്റെ ഒരു പോം, അല്ലെങ്കിൽ ഇപ്പം അപ്പോൾ അതിൽ പിന്നെ ഒരു സെയിലറിൻ്റെ ഒരു ഡെത്ത് കാണിക്കുമ്പോൾ അവിടെയും ഉണ്ട് ആ പറയുന്ന
ആളുമായിട്ട് അവരുടെ ഇൻസിപ്പിയൻ മെൻ്റൽ ബ്രേക്ക് ഡൗണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ടെൻഡൻസി നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഓഥർ അല്ലെങ്കിൽ പറയുന്ന സബ്ജക്റ്റീവ് സംഭവം അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രൊവിഷനൊന്നും ഒരു റീഡിങ്ങിലും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നതിനെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്താൻ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം, ഇതിനെയൊക്കെയും ഈ മോഡേൺ ലിറ്റററി തിയറീസ് വളരെയധികം നെഗറ്റീവ് മോഡിലാണ് കാണുന്നുണ്ടെങ്കിലും അതിൽ പോലും ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അതിൻ്റെ വേവ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ കൗപ്പറിൻ്റെ ഒരു കാസ്റ്റവേ എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ് ഇപ്പം പറഞ്ഞൊരു എക്സാമ്പിൾ അതാണ്. അതായത് വളരെ വേറൊരു അതിലും ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലും പോകുന്നുണ്ട്. അതായത് ഒരു ശരിക്കും സെയിലർ അയാളുടെ ഡ്രൗണിങ് ഇൻസിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് മാത്രമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകാൻ തൻ്റെ ഒരു മെൻ്റൽ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഇൻസിപ്പിയൻ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഹി ഈസ് എക്സ്പെക്ടിങ്, ദ റൈറ്റർ ദ പോയിറ്റ് ഈസ് എക്സ്പെക്ടിങ്, ആൻഡ് ഈസ് ഇറ്റ് സംതിങ് കണക്റ്റഡ് വിത്ത് ദറ്റ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാതെ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒക്കെ ഡീകൺസ്ട്രക്ഷൻ ആയിരിക്കും. അവർ പല പോയിന്റിലും ഈ പറയുന്ന സബ്ജക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ വ്യൂ പോയിന്റ് ചേഞ്ച് ചെയ്യുന്നു, ടോണും ഷിഫ്റ്റും ഒക്കെയാണ്. ബട്ട് ആ പറയുന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. സോ യു ആർ ഗോയിങ് ബാക്ക് ടു ഹിസ്റ്ററി. അതിന് ഇവിടെയൊക്കെയോ ഫാക്ട്സ് അതിനെപ്പറ്റി എഴുതാൻ ഹിസ്റ്ററിയുടെ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യുന്നുണ്ട്. സോ വിത്ത് ദ ഫിലോസഫേഴ്സ് ഐഡിയാസ്. അപ്പോൾ അതുപോലെ തന്നെ ദാറ്റ് ഓഫ് ദി ഫിലോസഫർ ഫോർ ഐഡിയാസിന് വേണ്ടി ഫിലോസഫേഴ്സിൻ്റെ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്, അവരുടെ നോഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. ഈവൻ ദ മോർ സെൻട്രലി പ്ലേസ്ഡ് ക്രിട്ടിക്കൽ സയൻസസ് സച്ച് ആസ് ടെക്സ്ച്വൽ എഡിറ്റിംഗ് seem to be part of a background that recedes into history or some other non-literary field. ഇവിടെ എന്താണ് ഇപ്പം ഈ പറയുന്ന വളരെ ടെക്സ്ച്വൽ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന വളരെ ക്രിട്ടിക്കൽ, അതായത് ഈവൻ മോർ സെൻട്രലി പ്ലേസ്ഡ് ക്രിട്ടിക്കൽ സയൻസസ് സച്ച് എസ് ടെക്സ്ച്വൽ എഡിറ്റിംഗ്, കുറച്ചും കൂടി ഒരു സയൻറ്റിഫിക് നേച്ചർ സ്വഭാവം ഉള്ള ഒരു കാര്യമാണ് ഈ ടെക്സ്ച്വൽ എഡിറ്റിംഗ് ഒക്കെ. അപ്പം അതുപോലെ ഈ seem to be part of a background that recedes into history or some other non-literary field. അവിടെയോ എന്തുണ്ട്, നമ്മൾക്ക് ഒരു തരത്തിൽ ഈ പറയുന്ന ഗ്രാമർ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി ട്രേസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ എറ്റിമോളജിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു വേർഡ് അതിൻ്റെ കൃത്യമായി യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ടെക്സ്ച്വൽ എഡിറ്റിങ്ങിൽ പോലും ഹിസ്റ്ററിയെ ക്ലിങ് ഓൺ ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു അവസ്ഥ നമ്മൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരു നോൺ ലിറ്റററി ഫീൽഡ്, അതായത് എപ്പോഴും ഒരു കണക്ഷനാണ് ഡ്രോ ചെയ്യുന്നത്. നമുക്ക് മറ്റ് ഫീൽഡുകളുമായിട്ട് ലിറ്ററേച്ചർ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ മറ്റ് പല ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസ് അത് നമ്മൾക്ക് ആവശ്യം വരുമെന്നും കൂടിയാണ് ഈ പറയുന്ന ഈ ഒരു പാരഗ്രാഫ് ട്രൈസ് ടു emphasize that idea actually. Then the thought suggests itself that the ancillary critical disciplines may be related to a central expanding pattern of systematic comprehension which has not yet been established, but which, if it were established, would prevent them from being centrifugal. അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നമ്മൾക്കറിയാം ഈ ഒരു ക്രിട്ടിക്കൽ ഡിസിപ്ലിൻസ് ഒന്നും തന്നെയും ഒരു പോയിന്റിൽ നമുക്ക്, അതായത് ഇറ്റ് ഈസ് ലിറ്ററേച്ചർ, അപ്പോൾ അത് ലിറ്ററേച്ചറിൻ്റെ പ്രിമൈസ് വിട്ട് എവിടെയും പോവില്ല എന്ന് പറയാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾക്കായിട്ടില്ല. അതായത് അതെങ്ങനെയാണ് മേ ബി റിലേറ്റഡ് ടു എ സെൻട്രൽ എക്സ്പാൻഡിങ് പാറ്റേൺ ഓഫ് സിസ്റ്റമാറ്റിക് കോംപ്രിഹെൻഷൻ. മറ്റ് പലതിലും സെർച്ച് ചെയ്ത് അതിനെ അപ്രോച്ച് ചെയ്തിൽ അതിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്രിറ്റിസിസം ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സെൽഫ് ഫോംഡ് എൻറ്റിറ്റി ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ വുഡ് പ്രിവെൻറ്റ് ദം ഫ്രം ബീയിങ് സെൻട്രിഫ്യൂഗൽ. അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മൂവിങ് എവേ ഫ്രം ദ ടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പല പാറ്റേൺസ് പല ഏരിയാസ് സെർച്ച് ചെയ്യേണ്ടി വരുമ്പോഴാണ് സെൻട്രിഫ്യൂഗലാവുന്നത്. ശരിക്കും മൂവിങ് എവേ ഫ്രം ദ ടെക്സ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ഈ ലിറ്ററേച്ചറിനെയും അതിൻ്റെ ക്രിറ്റിസിസവും മറ്റ് ഏരിയാസ് ഒന്നും നോക്കാതെ എഴുതാനുള്ള ഒരവസ്ഥയില്ല.
എപ്പോഴും എന്താണ്, നമ്മളെപ്പോഴും ഒരു ഡിപ്പെൻഡിങ് ആണ്. പിന്നെ അതൊരു തരത്തിൽ നല്ലതാണ്, നമ്മളൊരിക്കൽ നെഗറ്റീവായിട്ടല്ല. പക്ഷേ ഈ ഒരു പോയിന്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇതാണെന്നാണ് പറയുന്നത്. If such a pattern exists, then criticism would be to art what philosophy is to wisdom and history to action. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഫിലോസഫി, വിസ്ഡം എന്ന് പറയുന്നത്, ഫിലോസഫീനെ നമ്മളെപ്പോഴും പറയും അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു കണക്ഷൻ വിസ്ഡം, നമ്മളെ നോളജുമായിട്ടാണ്. എപ്പോഴും ഓൾവേസ് ദേ ആർ ഇൻ സെർച്ച് ഓഫ് നോളജ്, എപ്പോഴും ഒരു സെർച്ചാണ്. ദേ നെവർ സ്റ്റോപ്പ് ദറ്റ് സെർച്ച്, സോ ദാറ്റ് അൾട്ടിമേറ്റ്ലി ദാറ്റ് ലീഡ്സ് ടു വിസ്ഡം അല്ലേ, അല്ലെങ്കിൽ ആ രണ്ടും തമ്മിലും വലിയൊരു കണക്ഷൻ പറയാം. അപ്പോൾ അതുപോലെ ഹിസ്റ്ററി, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹിസ്റ്ററി ആൻഡ് ആക്ഷൻ ഒന്നും നടക്കാത്ത ഒരു കാലത്തിന് ഹിസ്റ്ററി ഇല്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങൾ, ദെയർ ആക്ഷൻസ്, ഓൾ ദീസ് തിങ്സ്, ഓൾ ദ ലൈഫ്സ് ദേ ലിവ്, അതെല്ലാം ആക്ഷനാണ്. അപ്പം അങ്ങനെയാണ് ഹിസ്റ്ററി ഫോംഡ് ആവുന്നത്. അതുപോലെയാവും ക്രിറ്റിസിസവും ലിറ്ററേച്ചറും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്നാണ് പറയുന്നത്. കെമിസ്ട്രി എന്ന് ഇൻ ദി കോണ്ടെക്സ്റ്റ്, ഇഫ് ഐ ടെൽ, ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് സം ഡിസിപ്ലിൻ. ഈ നമ്മൾ പറയില്ല, ഒരു നല്ലൊരു കോമ്പിനേഷൻ, ഒരു വളരെ നീറ്റായിട്ടുള്ളൊരു കോമ്പിനേഷൻ. സോ ദെൻ ക്രിറ്റിസിസം വുഡ് ബി ടു ആർട്ട് what philosophy is to wisdom and history to action. ഹിസ്റ്ററി ആക്ഷൻ, അപ്പോൾ ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹിസ്റ്ററി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ലിറ്ററേച്ചർ. ആർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ക്രിറ്റിസിസം. അപ്പോൾ ആർട്ടും ക്രിറ്റിസിസവും തമ്മിൽ തന്നെ ഒരു നല്ല ഡെപ്തിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോസിബിൾ ആവും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു പാറ്റേണൊക്കെ വരികയാണെങ്കിൽ, ഓക്കെ. സോ അതുപോലെയാണ് ഇപ്പോൾ വിസ്ഡം എന്ന് പറയുന്നത്. വിസ്ഡം അൾട്ടിമേറ്റ്ലി അത് ഫിലോസഫി പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ക്രിറ്റിസിസവും ലിറ്ററേച്ചറും തമ്മിലും നല്ല ഒരു ഇൻട്രിക്കേറ്റ് കണക്ഷൻ, നല്ലൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് വരാൻ, ആ ഒരു സെൽഫ് സസ്റ്റെയിനിങ്ങിലേക്കെങ്കിലും വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പാരഗ്രാഫ് നമ്പർ 6 പറയുന്നത്. ഓക്കെ, താങ്ക് യു. Archetypes of Literature, paragraph number 7. Most of the central area of criticism is at present and doubtless always will be the area of commentary. അപ്പോൾ ഈ ക്രിറ്റിസിസം എന്ന് പറയുന്ന ടേമിനെ ഒരു കമൻറ്ററി പാർട്ടായിട്ട്, അല്ലെങ്കിൽ കമൻറ്ററി മോഡിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. സെൻട്രൽ ഏരിയ ഓഫ് ക്രിറ്റിസിസം, അത് ഈ അറ്റ് പ്രസൻറ്റ് ആസ് വെൽ ആസ് വിൽ ബി ഇൻ ഫ്യൂച്ചർ ഓൾസോ ദാറ്റ് വിൽ ബി ഓഫ് ദാറ്റ് കൈൻഡ്. ദാറ്റ് ഇസ് the first sentence talks in 7th paragraph. And but the commentators have little sense, unlike the researchers, of being contained within some sort of scientific discipline. They are chiefly engaged, in the words of the gospel hymn, in brightening the corner where they are. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെ കമൻറ്ററിയും റിസർച്ച് മോഡ് ഓഫ് ഒപ്പീനിയൻ റിസർച്ചേഴ്സിൻ്റെ ഒരു മെത്തഡോളജി, ആ ഒരു സെൻസ് ദാറ്റ് ഈസ് മിസ്സിങ് ഇൻ ദീസ് കമൻറ്റേറ്റേഴ്സ്. ദേ ആർ ഇൻസെൻസിബിൾ. അപ്പം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു സയൻറ്റിഫിക് ഡിസിപ്ലിൻ്റെ ഒരു ഡിക്കോറം നമുക്ക് അവരുടെ അപ്രോച്ച് ഓഫ് ടോക്ക്, മേക്കിംഗ് കമൻസ് അതിൽ വരുന്നില്ല. അപ്പോൾ അവരെന്തിലാണ് മെയിൻലി ദേ ആർ എൻഗേജ്ഡ് ഇൻ വേർഡ്സ് ഓഫ് ദി ഗോസ്പൽ ഹൈം. അപ്പോൾ അവർ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ക്രിറ്റിസിസം, അല്ലെങ്കിൽ അവരുടെ കമൻറ്ററി, ക്രിറ്റിസിസം എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജസ്റ്റ് കമൻറ്ററി അപ്പോൺ സംതിങ് അറ്റ് ഹാൻഡ്, അതാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ ബ്രൈറ്റനിങ് ദ കോർണർ വേർ ദേ ആർ, അവിടെ എന്ത് ചെയ്യുവാണ്, അവരിരിക്കുന്ന ഭാഗം മാത്രം, അതായത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് പോവാത്തതിനെയാണ് കമൻറ്ററി എന്ന് പറയുക. അത് ക്രിറ്റിസിസം ആവണമെങ്കിൽ റിസർച്ച് മെത്തഡോളജി, അല്ലെങ്കിൽ ആ മെത്തഡോളജി ഫോളോ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മോഡ് ഓഫ് അനാലിസിസിലേക്ക് വരണമെങ്കിൽ നമുക്ക് വി ഹാവ് ടു ട്രാവൽ, വി ഹാവ് ടു മൂവ് ബിയോണ്ട് അവർ ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് തിങ്കിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്. അപ്പോൾ അത് നടക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. If we attempt to get a more comprehensive idea of what criticism is about, we find ourselves wandering over quaking bogs of generalities, judicious pronouncements of value, reflective comments, perorations,
to works of research and other consequences of taking the large view. Another problem is if we attempt to get a more comprehensive idea of what criticism is about, we find ourselves wandering over quaking box of അതാണ്. ഇനി അഥവാ നമ്മൾ ഇതിൽ നിന്ന് കുറേ ഒരു ജനറാലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ക്വേക്കിംഗ് ബോക്സ് ഓഫ് ജനറാലിറ്റി, ഒരു ക്വേക്കിംഗ്, അതായത് ദർ ഇസ് നോ സ്റ്റെബിലിറ്റി. അതായത് നമ്മൾ പോകുന്ന ഒന്നിക്കൽ ജുഡീഷ്യസ് പ്രൊനൗൺസ്മെൻറ്റ്സ് ആയിരിക്കും. അതായത് ഓൾറെഡി എവറിത്തിങ് ഈസ് ഫൗണ്ട്, ഇനി നിങ്ങളായിട്ടൊന്നും അതിൻ്റെ അപ്പുറം ഒരു തോട്ട് ഇറ്റ്സ് നോട്ട് നീഡഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊനൗൺസ്മെൻറ്റ്സ് ഓഫ് വാല്യൂസ്, ദിസ് ഇസ് ഇറ്റ്, അതിൻ്റെ അപ്പുറമില്ല എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന കുറേ വാല്യൂസ്, ഒരു റിഫ്ലക്റ്റീവ് കമൻറ്റ്സ്, ലൈക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിൽ ഒരു ഫിറ്റിംഗ് നടത്തുന്ന കമൻറ്റ്സ്. അതായത് നമ്മൾ ഓൾറെഡി ഇന്ന കാര്യങ്ങളൊക്കെ അസംഷൻസിലുണ്ട്, അല്ലെങ്കിൽ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ സപ്ലിമെൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നതിനെ മാത്രം എടുക്കുക. അതായത് സംതിങ് ഇസ് ഓൾറെഡി ക്ലോസ്ഡ് ദർ. പെറേഷൻസ് ടു വർക്ക്സ് ഓഫ് റിസേർച്ച്. പിന്നെ ഇനി ഒരു തരത്തിലൊരു പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനാണ്, ഇതൊക്കെ അങ്ങനെയാണ് എന്ന് പറയുന്നൊരവസ്ഥ. ആൻഡ് അതർ കോൺസിക്വൻസസ് ഓഫ് ടേക്കിംഗ് ദ ലാർജ് വ്യൂ. പിന്നെന്താണെന്ന് പറഞ്ഞാൽ ലാർജ് വ്യൂ, അതായത് ഒരു മെജോറിറ്റി വ്യൂ. ഈവൻ ഇൻ ദ കേസ് ഓഫ് ഡെമോക്രസി വി ടെൽ. So, see, democratic view may not be always the right view, but because of that democracy, not the majority opinion may not be the right opinion. For democracy il pole adondana sambhavikkunnathu, see, once this majority elects a group of people, we all have to suffer. We all have to tolerate them for some other years, the coming years. ഇങ്ങനെ ഒരു ഈ ജനറൽ വാല്യൂലെ ഒരു എന്താ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കറക്റ്റ് വേർഡ് അതാണ്, ലാർജ് വ്യൂ എന്ന് പറയുമ്പോൾ. ഒന്നുകിൽ ഒരു ബ്രോഡ് വ്യൂ, അല്ലെങ്കിൽ മറ്റുള്ള കുറേ ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു വ്യൂ, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ളൊരു ടെൻഡൻസി, അത് നമ്മളെ ക്രിറ്റിസിസം അല്ലെങ്കിൽ നമ്മുടെ ഒരു അനാലിസിസ്, അതിന് ഒരു തരത്തിലും അല്ല ഒരുപാട് തലങ്ങളിൽ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്, ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ദിസ് പാർട്ട് ഓഫ് ദി ക്രിട്ടിക്കൽ ഫീൽഡ് ഈസ് ഫുൾ ഓഫ് സ്യൂഡോ പ്രൊപ്പോസിഷൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും ഒരിക്കലും ആ ലാർജർ വ്യൂ ആണ്. ഒരുപാട് ആൾക്കാർ സെയിം ഒപ്പീനിയൻ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ദിസ് ഇസ് ട്രൂ, വി കനോട്ട് ടെൽ ദാറ്റ്. ഇറ്റ്സ് ഓൾവേസ് ദിസ് ഏരിയ ഇസ് ഫുൾ ഓഫ് സ്യൂഡോ പ്രൊപ്പോസിഷൻസ്, PSEUDO, pseudo, false propositions, sonorous nonsense, loud nonsense it is, and contains no truth and no falsehood. അതിൽ ട്രൂത്തോ ഫാൾസ്ഹുഡോ അല്ല. ദാറ്റ് ഈസ് obvious that it obviously exists only because criticism, like nature, prefers a waste space to an empty one. എന്നാണ്. അപ്പം ഒന്നുമില്ലാത്തടുത്ത് ഇനി എന്തെങ്കിലും ഒരു കമൻറ്ററി എന്തെങ്കിലും ഇരിക്കട്ടെ എന്നുള്ള ഒരു പ്രിഫറൻസ് കൊണ്ട് മാത്രം നിന്ന് പോകുന്ന ഒരു വേസ്റ്റ് ലാൻഡാണിത്. ഒബ്വിയസ്ലി ഇറ്റ്സ് ഓൺലി ബിക്കോസ് ക്രിറ്റിസിസം, ലൈക്ക് nature, prefers a waste space to an empty one. ഒന്നുമില്ലാത്തതിൽ നല്ല കുറേ വേസ്റ്റ് സ്പേസ് അവിടെ ഇരിക്കട്ടെ. ദാറ്റ് മീൻസ് ഓൾ ദീസ് ഡംപിങ് ആർ ഓൾമോസ്റ്റ് ലൈക്ക് വേസ്റ്റ്. ഇതൊന്നും ഒരിക്കലും ക്രിറ്റിസിസത്തിൻ്റെ സ്റ്റാൻഡേർഡ് എഷുർ ചെയ്യുന്നതോ ആ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നതോ അല്ല എന്ന് തന്നെയാണ് ഫ്രൈ അവിടെ പറഞ്ഞു വെക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് 7 ഓഫ് ദി essay Archetypes of Literature.